സാറേ, മതത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ ഒരു സമൂഹത്തെ ഉയർത്താനായിട്ടുള്ള ആത്മാർത്ഥ പരിശ്രമമൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് മാത്രം നോക്കിയാൽ മതി ഇവിടെ വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമല്ലേ? അതായത് ഭൂരിപക്ഷ സമുദായമുള്ള ഒരു സ്ഥലത്ത് ആ സമുദായത്തിൽ പെടാത്ത ഒരാളെ നിർത്താനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല. കാരണം നിർത്തി കഴിഞ്ഞാൽ തോൽക്കുമെന്ന കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം പിന്നെ എവിടെയാണ് ഈ മതേതരത്വം വർക്കൗട്ട് ആവുന്നത്? മതേതരത്വം ഒരു സങ്കല്പമായിട്ട് കൊണ്ടുനടക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മത ഇതരത്വം. ഒരു മതത്തിലും രാഷ്ട്രീയ കക്ഷികൾ ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യം. രണ്ടാമത്തെ വേർഷൻ, അത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഡെവലപ്പ് ചെയ്ത വേർഷനാണ്. രണ്ടാമത്തത്, എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം. ഇപ്പോൾ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ നമ്മളാണ് ഈ സംഭവം ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ അവർക്ക് പേടിയുണ്ട്, അതുകൊണ്ട് അവരെ കുറേ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുകയില്ലേ, അതുപോലെ ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ ഇവിടുത്തെ ന്യൂനപക്ഷം വളരെ ദുർബലമാണ്. അതുകൊണ്ട് ആ ന്യൂനപക്ഷത്തിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കണം? സ്റ്റേറ്റ് കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് വളർന്ന് ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടേ ഭൂരിപക്ഷത്തിൻ്റെ കാര്യങ്ങളുള്ളൂ എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തി. ഈ പ്രചരണത്തിന് മുമ്പിലുണ്ടായിരുന്നത് CPM തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പശുമാംസം, ഗോമാംസം ഭക്ഷിക്കുക എന്നുള്ളത് ഹിന്ദുക്കൾക്ക് അലർജിയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക്. ഇവിടെ അതാണ്. അവിടെ അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടായി. 1-2 പേര് കൊല്ലപ്പെട്ടു. ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ, ഇത് നടന്ന മധ്യപ്രദേശിലോ ഹരിയാനയിലോ അല്ല ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. എവിടെ നടത്തിയത്? മലപ്പുറത്തും കോഴിക്കോടും നടത്തി. എന്തുകൊണ്ട് നടത്തി? ഇവിടെ ബീഫ് കഴിക്കുന്ന ആർക്കും പറയാം കൂടും. ആള് കൂടുതൽ 10 വോട്ട് കിട്ടും. അപ്പോൾ ആള് കൂടിയാലും വോട്ട് കിട്ടിയ ആള് കൂടുതൽ തന്നെയാണ് വോട്ട്. അപ്പോൾ ഇവിടെ എന്തിനാ ഈ മലപ്പുറത്തും പുഴം കൊണ്ട് ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതിനാ? അപ്പോൾ ഇവർ റഹീമൊക്കെ അവിടെ ഇല്ലേ? ഓൾ ഇന്ത്യ പ്രസിഡന്റ് സെക്രട്ടറി റിയാസ് അഖിലേന്ത്യാ നേതാവായിരുന്നു. എന്നാൽ ഹരിയാനയിലും മധ്യപ്രദേശിൽ ഇവർ നടത്താൻ പോകത്തില്ല. അപ്പോഴാണ് ഇവരുടെ കാപട്യം മനസ്സിലാകുന്നത്. അതുപോലെ ഗാസയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരുടനെ ചാടിക്കറി ഇവിടെ പ്രകടനമാണ്. അമേരിക്ക എന്ത് ചെയ്താലും പ്രകടനമാണ്. ഇവിടെ ജൂതന്മാരാണ് കേരളത്തിൽ കൂടുതലുണ്ടായിരുന്നതെങ്കിൽ CPMൻ്റെ നിലപാട് എന്തായിരിക്കും? ഗാസയിൽ പാലസ്തീൻകാർക്ക് അനുകൂലമായിരിക്കും, ഇവിടുത്തെ ജൂതന്മാർക്ക് അനുകൂലമായിരിക്കും. അപ്പം അങ്ങനത്തെ മതേതരത്വത്തിൻ്റെ കപട മുഖങ്ങളാണ് നിറച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് പരസ്യമായി സംഘടനകളെ ഉപയോഗിക്കുകയാണ്. SNDP NSSനെ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഈ സംഘടനകളെ ഉപയോഗിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടെ വളർന്നു വന്ന SNDP ഈഴവർ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്തു. കാരണം ചർച്ചയും ചിന്തയും അവിടെ ഉള്ളൂ. ഇപ്പുറത്ത് കോൺഗ്രസ്സിലോ അന്ന് BJP കേരളത്തിലില്ല. അതുകൊണ്ടാണ് അന്ന് ഈഴവ ചെറുപ്പക്കാരെ എങ്ങോട്ട് പോയത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതേ ഉദ്ബോധനം വെച്ച് അവരറിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോയി. സമത്വം, സ്വാതന്ത്ര്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും രക്തം തിളക്കുകയാണ്. ഇവിടെ അതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാൽ പോകുന്നത്. സമത്വം. അപ്പോൾ ആ പോയവർ ഇന്ന് രണ്ടായി തിരിഞ്ഞു. നായരും ക്രിസ്ത്യാനിയും നായരും ഈഴവനും രണ്ടായിട്ട് തിരിയുകയാണ്. വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ചെയ്യാനുണ്ടായിരുന്ന പ്രമുഖമായ ജാതികൾ ഒന്ന് നായന്മാരും മറ്റേത് കത്തോലിക്കരുമായിരുന്നു. ഇപ്പുറത്ത് EMS ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ആരാ? SNDP അല്ലെങ്കിൽ ഈഴവർ. അപ്പോൾ അന്ന് വിമോചന സമരം ഇന്നത്തെ ഈ കാലാവസ്ഥയിലാണെങ്കിൽ, ഞാനിപ്പോൾ അതാ പറഞ്ഞതിൻ്റെ കാരണം, ഇന്നത്തെ പോലെ നായർ ഈഴവ ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വിമോചന സമരം ഉണ്ടാകുകയില്ല. സമരം ചെയ്യാൻ ക്രിസ്ത്യാനി മുസ്ലിം മാത്രമായിരുന്നു അന്ന്. അങ്ങനത്തെ അവസരം ഉണ്ടാകാതെ എല്ലാവരും കൂടെ യോജിച്ച് നിൽക്കുന്ന ഒരു കൾച്ചർ വിമോചന സമരം കൊണ്ട് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ആ കൾച്ചർ കൊണ്ട് അവസാനം നഷ്ടം പറ്റിയിരിക്കുന്ന CPMനാണ്. ഭയങ്കരമായിട്ട് നഷ്ടം പറ്റി. ഇപ്പോൾ CPMൻ്റെ കൂടെ ഈഴവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈഴവരിൽ തന്നെ പകുതി ഭാഗമേ ഉള്ളൂ എന്നും ആ പകുതി ഭാഗത്തെ കൊണ്ട് BJPയിലേക്ക് അവർ പോകുമെന്നൊരു പേടി ആർക്ക് വന്നിട്ടുണ്ട്? അപ്പോൾ ഇവിടെ തന്നെ ഹിന്ദുക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ മറക്കരുത്, എത്ര ഒന്നിച്ച് നിർത്താൻ ഒരു പൊട്ടും പൊഴി പൊളിച്ചു പോയാൽ പോലും ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായാൽ അവർ ജയിക്കും. 46% വോട്ടാവും. അല്ല, 46% ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് 46% വോട്ട് ആർക്കായി? ഈ രണ്ട് വിഭാഗവും കൂടെ ചേരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ജയിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹാർഡ് കോർ ഹിന്ദു കോൺഗ്രസ്സുകാർ മാത്രം മതി, ജയിക്കും. അത്രേ ഉള്ളൂ ഇത്. പക്ഷെ മറിച്ച് ഇവിടെ ഇവർ ചെയ്യുന്ന സൂത്രപ്പണി ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ? എങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആദ്യകാലത്തെ മുദ്രാവാക്യം എന്നാ? നായർ ഒരു കാലത്തൊരു യോജിപ്പുണ്ടായി. അതിൻ്റെ മുദ്രാവാക്യം എന്നാണെന്നറിയോ? നമ്പൂരി മുതൽ നായാടി വരെ. ആ നായാടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരാളെ കൊണ്ട് താഴെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ആരെയാ? സുകുമാരൻ നായർ. അല്ല, താഴെ ഇപ്പം മുദ്രാവാക്യം മാറ്റി, ഒന്ന് മോഡിഫൈ ചെയ്തു. നമ്പൂരി മുതൽ ക്രിസ്ത്യാനി വരെ, നായടിക്ക് താഴെയായിട്ട് ക്രിസ്ത്യാനിയും കൂടെ എഴുതി ചേർത്തു. അപ്പോൾ ക്രിസ്ത്യാനിയും കൂടെ കൂട്ടത്തിലേക്ക് വന്നെങ്കിലേ അവർക്ക് ഭൂരിപക്ഷം
ഉണ്ടാവുള്ളൂ. കിട്ടുകയുള്ളൂ എന്നുള്ള ബോധ്യം പ്രായോഗിക അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഇനി ഇത് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന സാമൂഹിക സംഘർഷങ്ങൾ എന്തുമാത്രം. ഇപ്പോൾ BJP സൈലൻ്റായിട്ട് കളി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം എന്നിട്ട് ഇവരുടെ ഫോർമുല വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം എന്താണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ. ആ തിയറി ഒട്ടും മനസ്സിലാവില്ലാത്ത, ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ലാത്ത, ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അതാരാണ്? അത് കമ്മ്യൂണിസ്റ്റുകാരായി. പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് അവരുടെ കാര്യം നോക്കാനുണ്ട്, അവരത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ മതേതരത്വ പ്രസ്ഥാനത്തിൻ്റെ അതായത് വർഗീയ ശക്തികളെ വളർത്തി തുടങ്ങിയ ഇവരാരുമല്ല. ഹിന്ദു മഹാസഭ ആദ്യകാലത്തെ സംഘടനയുണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത കാലത്ത്, അതായത് 10-20 വർഷം മുമ്പ് ജമ്മു കാശ്മീരിൽ ഒരു വിഭാഗം താമസിച്ചു. കാശ്മീരി ബ്രാഹ്മിൺസാണ് അവർ, കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയും. ഇന്ന് അവരവിടെ ഇല്ല. 10-15 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടായിരുന്ന അവരെ മുഴുവൻ അവിടെ നിന്ന് തല്ലി ഓടിച്ചു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഓടിക്കുന്നവൾ അവരെ അവിടെ നിന്ന് തല്ലി ഓടിക്കുകയാണ്. ഈ പണ്ഡിറ്റുകൾ കൂടി അഭയാർത്ഥികളായിട്ട് എവിടെയാണ് കോളനിയായിട്ട് താമസിക്കാൻ വന്നത്? ഡൽഹിയിലാണ്. BJP ആദ്യം വളർന്നത് എവിടെയാണെന്നറിയാമോ? ബൽരാജ് മെഹ്തൊക്കെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്ന്, മൽഹോത്ര തുടങ്ങിയവർ വന്ന് വളർന്നത് ഡൽഹിയിലാണ്. ഇവർ സെറ്റിൽ ചെയ്ത സ്ഥലത്താണ് വായിച്ചത്. കാരണം ഇവർക്ക് അത്രമാത്രം ഇവരെ അതുപോലെ പീഡിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ. അവരെ അന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കോൺഗ്രസിനോ ഇടതുപക്ഷ കക്ഷി, പുരോഗമനം പറയുന്ന മതേതരത്വം പറയുന്ന ഒരു കക്ഷി ഇവരെ പുറത്താക്കിയപ്പോൾ സംരക്ഷിക്കാനില്ല. ഗാസയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഓടിച്ചില്ല. അത്തരം കാപട്യം നിറഞ്ഞ സമീപനം ഇവിടെ പുരോഗമന കക്ഷികൾ എന്ന് പറയുന്ന കക്ഷികൾ സ്വീകരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് കടന്നു വരാൻ പറ്റിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദുക്കളോട് പറയുക, നിൻ്റെ അമ്പലം നാളെ ഇവൻ തകർക്കും, അല്ല പള്ളി തകർക്കും. ഇത് പറയുമ്പം ആ വികാരം കുത്തിവെക്കണമെങ്കിൽ എനിക്ക് വൾണറബിളായിട്ടൊരു മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നാളെ എൻ്റെ എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മതേതരത്വം ഇല്ലാതാവുകയും മതത്തിൻ്റെ ശക്തികൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മതത്തിൻ്റെ ശക്തികൾ നമ്മൾ ലോകം ഉണ്ടായി കളഞ്ഞിട്ടുണ്ട്. ഓരോ ഗോത്രങ്ങൾക്ക് ഒരു മതമുണ്ട്, ആചാരങ്ങളുണ്ട്. അത് ഇതുപോലെ പെട്ടെന്ന് പൊട്ടുമുളച്ചതല്ല. കാലക്രമത്തിൽ ജീവിത സാഹചര്യങ്ങൾക്കൂടെ വളർന്നു വന്ന സങ്കല്പങ്ങളും ചിന്തകളുമാണ്. അതിനെ തകർക്കാൻ നമുക്ക് പറ്റുമോ? അതിനെ പരിഷ്കരിക്കാൻ മോഡിഫൈ ചെയ്യാം, പക്ഷെ അതിനെ തകർക്കാൻ പറ്റില്ല. മുറിവിനുള്ള ഒരു മരുന്ന് പുരട്ടൽ മാത്രമാണ് മതേതരത്വം എന്ന് പറയുന്നത്. മുറിവിനുള്ള മരുന്ന് സത്യസന്ധമായി അത് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ല കൺസെപ്റ്റാണ്. പക്ഷെ സത്യസന്ധമായി ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഇപ്പോൾ ഞാൻ സത്യസന്ധമായി അത് ഫോളോ ചെയ്യണമെങ്കിൽ അതിനുള്ള പരിശ്രമം ഇവിടെ മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുമുള്ള ആത്മാർത്ഥതയും ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് അവരെടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവർ ഈ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പങ്ങളെല്ലാം മറന്നുകൊണ്ട് വർഗീയതയിലേക്ക് കാലൂന്നി വെക്കും. അത് നമ്മൾ ഇസ്രായേൽ ജൂതന്മാരാണ് കേരളത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ CPM ഇന്ന് പാലസ്തീൻകാരുടെ കൂടെ നിൽക്കുമോ, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമോ? അതെ, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം വോട്ട് കൂടുതൽ ഇവർക്കല്ലേ. അതെ, അത് ആ വോട്ട് രാഷ്ട്രീയം നോക്കി പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ മതേതരത്വം എന്ന് പറയുന്നത് നിൽക്കാത്തതിൻ്റെ കാരണം ഇതിൽ ആരാ ഇത് ഫോളോ ചെയ്യുന്നവരുള്ളത് പറയാമോ? ഇപ്പോൾ ഞാനൊരു എവിടെ ഇത് അറിയുന്നതെന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണ്. കല്യാണ സമയത്ത് എല്ലാവരും അവൻ്റെ ജാതിപ്പെട്ടത്, അവൻ്റെ ഉപജാതിപ്പെട്ടത്. സാറ് പറയുന്നത് നമ്മളിപ്പോൾ ഇത് സജി ചെറിയാനാണ് കഴിഞ്ഞ ദിവസം വിവാദപരമായ പ്രസ്താവന നടത്തിയത്. എനിക്ക് മാധ്യമങ്ങളൊക്കെ വിവാദ പ്രസ്താവന എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് അത് വിവാദമാക്കുന്നത്? അത് സത്യം പറഞ്ഞതൊരു പച്ചയായ സത്യമാണ്. സജി ചെറിയാൻ അദ്ദേഹം CPM ആണെങ്കിലും പറഞ്ഞത് സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാം എന്നാണ് പറയുന്നത്. വീണ ജോർജും സജി ചെറിയാൻ എങ്ങനെയാണ് ജയിച്ചു വന്നത്? പത്തനംതിട്ട വീണ ജോർജിന് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സമൂഹമാണോ, ജാതിയാണോ, മതമാണോ, ബിഷപ്പിൻ്റെ ബന്ധനയാണോ? പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാവരും അവരവർ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മതേതരത്വം, എനിക്ക് ഒരു മതത്തെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നേടാൻ പറ്റുമെങ്കിൽ ഞാൻ മതേതരത്വവാദിയല്ല. മറിച്ച് ഞാൻ എൻ്റെ മതത്തിൻ്റെ പേരിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മതേതരത്വം പറയണം, താൻ നിൽക്കാൻ പാടില്ല. ശരി, എൻ്റെ അഭിപ്രായത്തിൽ ഈ മതേതരത്വം ദയവ് ചെയ്തിട്ട് പാലിക്കാൻ പറ്റാത്ത ഈ മതേതരത്വം ദയവ് ചെയ്തിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇനി മുതലെങ്കിലും പിന്തുടരാതിരിക്കുക. മതമുണ്ട്, ജാതിയുണ്ട്, അതിന്റെ കൂടെ അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള തുരുത്തുകളിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ലോകമെമ്പാടും എല്ലാവരുടെ ഉള്ളിൽ, താങ്കളുടെ ഉള്ളിലും അതുകൊണ്ടല്ലോ, എൻ്റെ ഉള്ളിലും അതുകൊണ്ടല്ലോ, ജാതി ഉണ്ടല്ലോ. ഇവിടെയുള്ള ചില സമുദായത്തിന്റെ ഇടയിൽ അത് വളരെ പ്രബലമായിട്ടുണ്ട്. അപ്പൊ ഇതിനെ വെറുതെ ഇത്തരത്തിലുള്ള തട്ടിപ്പും തരികിടയുമായിട്ട് നമ്മുടെ മതേതരത്വത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.
അത് വിവേകമുള്ള മനുഷ്യന് ബോധമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ചെറിയ വിശദീകരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കിവിടെ മനുഷ്യന് മാത്രമല്ല ഈ മതവും വിശ്വാസവും ജാതി, ഇവിടെ ചെടി ചെടി നട്ടു വളർത്തുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ വീടോ മുസ്ലിം വീടോ ഉണ്ടോ? കൂവളം ചെടി, തുളസി ഇപ്പം ചിലർ നടന്നുണ്ട്, തുളസി നട്ടു വളർത്തുന്നവരുണ്ടോ? ആല് വെച്ച് പിടിപ്പിക്കുന്ന പള്ളികൾ വളരെ ചുരുക്കി. പുതുതായിട്ട് പണിയുന്ന പള്ളികളിൽ എവിടെയെങ്കിലും ആ കണ്ടിട്ടുണ്ടോ? ഇത് ഓരോന്നും അവരവരുടെ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ജീവിത സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത്. അവർക്ക് കുരിശ് വേണം, മരം കൊണ്ട് പണിയാൻ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല രൂപങ്ങളൊന്നും കുരിശിൻ്റെ രൂപമായിരിക്കും. അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അത്. മുസ്ലിംസാണ് വേറെ ചന്ദ്രക്കലയോ ആയിരിക്കും അവർക്ക് പ്രശ്നം. അപ്പോൾ ഇത് ഓരോ മതങ്ങളും അവൻ്റെ അതില്ല എന്ന് പറയുമ്പോൾ കാപട്യം പറയും. ഇല്ല എന്ന് പറയുമ്പോൾ കാണിക്കുന്ന കാപട്യമാണ് ഇന്ന് മതേതരത്വത്തെ അപകടത്തിലാക്കുന്നത്. മലപ്പുറത്തും കാസർഗോഡും എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും അത് തന്നെയാണ്.